2018 പ്രളയം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലുണ്ടായി. എന്നാൽ സെപ്റ്റംബർ 28 ശബരിമലയിൽ ഒരു വിധി വന്നു. യുവതീ പ്രവേശന വിലക്ക് ഭരണഘടനാ വിരുദ്ധമാണെന്നും ആർത്തവമുള്ള സ്ത്രീകളെ പ്രവേശിപ്പിക്കാതെ സ്ത്രീകളുടെ വിവേചനമാണെന്നും കോടതി കണ്ടെത്തി. ക്ഷേത്രത്തിൽ 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാ സ്ത്രീകൾക്കും, താല്പര്യമുള്ള എല്ലാ സ്ത്രീകൾക്കും കയറാം എന്നൊരു വിധി കൊണ്ടുവന്നു. കേരളത്തിൽ വലിയ അത്ഭുതം സൃഷ്ടിച്ച ഒരു വിധിയാണ്. വലിയ പ്രതിഷേധം അതിനകത്ത് വന്നു. ആദ്യം RSSും സംഘപരിവാറും BJPയും കോൺഗ്രസും CPM ഒക്കെ ആ വിധിയെ അനുകൂലിച്ച് നല്ല വിധിയാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം ജനങ്ങളുടെ വലിയ എതിർപ്പ്, ആചാര സംരക്ഷകരുടെ വലിയ എതിർപ്പ്, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ്. സ്ത്രീകളെ കയറ്റാമെന്ന് പറഞ്ഞ വിധിക്കെതിരെ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് വലിയ എതിർപ്പാണ് കേരളത്തിലുണ്ടായത്. ചീഫ് ജസ്റ്റിസായ ദീപക് മിശ്രയും ജസ്റ്റിസ് RF നരിമാനും ജസ്റ്റിസ് DY ചന്ദ്രചൂഡും ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയും ജസ്റ്റിസ് AM ഖാൻവിൽക്കർ എന്നിവരായിരുന്നു 5 പേരായിരുന്നു ബെഞ്ചിലുണ്ടായിരുന്നത്. അതിനകത്ത് ഇന്ദു മൽഹോത്ര എന്ന വനിത മാത്രമാണ് ശബരിമലയിൽ അങ്ങനെ സ്ത്രീ. അവിടെയും രസം അതാണ്, വനിതകളെ കയറ്റണം എന്നുള്ള കാര്യത്തിൽ വനിതകളെ കയറ്റണ്ട എന്ന് പറഞ്ഞ ആചാരത്തെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞത് ഇന്ദു മൽഹോത്ര മാത്രമാണ്. അത് വലിയ വിഷയത്തിലേക്ക് പോയപ്പോൾ 2019 നവംബറിൽ ആ കേസ് റഫറൽ അടുത്ത 9 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. അതിൻ്റെ കേസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസിനെ എതിർക്കുന്നവരുടെ വാദമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ കഴിഞ്ഞാൽ അനുകൂലിക്കുന്നവരുടെ വാദം വരും, അതും കൂടെ കഴിഞ്ഞാൽ വിധി വരും. ഇത് വളരെ രസകരമാണ്. ടേൺ അടിക്കുകയാണ് സുപ്രീം കോടതിയിൽ ശബരിമല കേസ്. 100% ടേൺ അടിക്കുകയാണ്. എങ്ങനെയാണ് ടേൺ അടിക്കുന്നത്? നേരത്തെ കേസ് എടുത്ത ആൾ ഇന്ത്യ യങ് ലായേഴ്സ് അസോസിയേഷൻകാരാണ് കേസ് കൊടുത്തത്. അവർ പക്ഷേ വിശ്വാസികളല്ലാത്തൊരു ടീമാണ് കേസ് കൊടുത്തത്. എന്നിട്ടും കേസ് എടുത്തു. കാര്യം പൊതു താല്പര്യ ഹർജി എന്നുള്ള നിലയിലാണ് കേസ് എടുത്തത്. ആർട്ടിക്കിൾ 14 ഒരു ഇൻജസ്റ്റിസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കണ്ടംപ്റ്റ് ഓഫ് ആർട്ടിക്കിൾ 14 ഉണ്ട്. അതായത് കാസ്റ്റ്, ക്രീഡ്, സെക്സ്, മെയിൽ വിത്ത് ജെൻഡർ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു വിവേചനവും പാടില്ല എന്നുള്ള പറയുന്ന ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 21 എല്ലാവർക്കും തുല്യമായ അന്തസ്സായി ജീവിക്കാനുള്ള, ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ വെച്ചാണ് അന്ന് വിധി വന്നത്. പക്ഷേ ഇപ്പോൾ കോടതി ചോദിക്കുന്നത്, ചീഫ് ജസ്റ്റിസ് ചോദിക്കുന്നത്, പലരും ചോദിക്കുന്നു. ജസ്റ്റിസ് നാഗരത്ന ചോദിച്ചു, പിന്നെ വനിതയാണ്. പിന്നെ അതുപോലെ ജസ്റ്റിസ് ഇപ്പോഴത്തെ സൂര്യകാന്ത് ചോദിക്കുന്നു, ചീഫ് ജസ്റ്റിസ് പലരും ചോദിക്കുന്നു, എന്തിന് അന്ന് ഈ കേസ് എടുത്തു? കാരണം വിശ്വാസികളല്ലല്ലോ ഈ കേസ് തന്നത്, വിശ്വാസികൾക്കല്ലേ ഇത് നിഷേധിക്കുന്നത്? അമ്പലത്തിൽ പോകുന്ന വിശ്വാസികളാണല്ലോ, വിശ്വാസികൾക്കല്ലേ നിഷേധമുള്ളൂ. അപ്പോൾ അവിശ്വാസികൾക്ക് ഇവിടെ എന്ത് കാര്യം? അവിശ്വാസികൾ കൊടുത്ത കേസ് എന്തിനാണ്, യുക്തിവാദികൾ കൊടുത്ത കേസ് എന്തിനാണ് എടുത്തത് എന്ന് ഫയലിൽ സ്വീകരിച്ചത് എന്നൊരു ചോദ്യം ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന്, ഈ ഭരണഘടനാ ബെഞ്ചിൽ നിന്ന് വന്നിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം, അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് ചോദിച്ചിരിക്കുന്ന ചോദ്യം, ലക്ഷക്കണക്കിന് ആളുകൾ വിശ്വസിക്കുന്ന ഒരു ആചാരത്തെ ഒരു കോടതി വിധി കൊണ്ട്, മതേതരത്വം എന്നൊക്കെ പറഞ്ഞൊരു ചെറിയ കോടതി വിധി കൊണ്ട്, അല്ലെങ്കിൽ മതസ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ആരാധന സ്വാതന്ത്ര്യം കൊണ്ട് ചെറിയൊരു കോടതി വിധി കൊണ്ട് എതിർക്കുന്നത് ശരിയാണോ? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന വിശ്വാസികളെ മുറിവേൽപ്പിച്ചുകൊണ്ട് ഒരു വിധി കോടതിക്ക് പറയാവോ? അടുത്ത ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, സ്ത്രീകൾക്ക് അവിടെ വിലക്കില്ലല്ലോ. 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള ഒരു ചെറിയ പ്രായത്തിൽ മാത്രമല്ലേ ഉള്ളൂ, അത് ഒരു ക്ഷേത്രത്തിൽ മാത്രമല്ലേ ഉള്ളൂ, അതിനെ ഒരാചാരത്തിൻ്റെ ഭാഗമായി വിട്ടുകൊടുത്തുകൂടെ? എന്തിനതിനകത്ത് കോടതി ഇങ്ങനെ ബലം പിടിക്കുന്നു? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് കോടതി ചോദിക്കുന്നത്. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്രതികൂലിക്കുന്നവരുടെ കാര്യങ്ങളുടെ വാദത്തിലാണ് ഇത് വന്നതെങ്കിൽ, അനുകൂലിക്കുന്നവരുടെ കാര്യത്തിൽ വരുമ്പോൾ കുറച്ചുകൂടി ഫേവർസം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ശബരിമല വിധി ടേൺ അടിക്കാൻ സാധ്യതയുണ്ട്. സ്വാഭാവികമായിട്ട് സ്ത്രീകളെ കയറ്റാം എന്ന് പറഞ്ഞ കോടതി വിധിയെ കയറ്റണ്ട എന്നോ അല്ലെങ്കിൽ ആചാര്യന്മാർക്ക് തീരുമാനിക്കാമെന്നോ പറഞ്ഞു വിടാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത്. 2 സാധ്യതയാണ് സുപ്രീം കോടതിയിൽ നിന്ന് കാണുന്നത്. ഇതാണ് പോക്കെങ്കിൽ, ഈ രൂപത്തിലാണ് പോക്കുന്നതെങ്കിൽ, ഈ രൂപത്തിലാണ് വാദം പോകുന്നതെങ്കിൽ, ഇങ്ങനെയാണ് ചീഫ് ജസ്റ്റിസിൻ്റെയും ജസ്റ്റിസുമാരുടെയും കമൻ്റ് എങ്കിൽ, വരാൻ പോകുന്ന വിധി 2 കാര്യങ്ങളായിരിക്കും. ഒന്നുകിൽ ഇത് മത ആചാര്യന്മാരും ബന്ധപ്പെട്ടവരും താന്ത്രി അങ്ങനെയുള്ള ആളുകൾ തീരുമാനിക്കട്ടെ, കോടതി ഇതിൽ ഇടപെടുന്നില്ല എന്നൊരു വാദം പറയാം. അല്ലെങ്കിൽ കോടതി ഇത് ആചാരം സംരക്ഷിച്ച് പോട്ടെ, ലക്ഷക്കണക്കിന് വരുന്ന വിശ്വാസികളുടെ മുറിവേൽപ്പിച്ചുകൊണ്ട് ആചാരത്തിൽ ഞങ്ങൾ തൊടുന്നില്ല എന്ന് സുപ്രീം കോടതി പറയാം. ഇത് 2നുമാണ് വലിയ സാധ്യതയുള്ളത്. പക്ഷേ ഇത് 2 നടന്നാലും വിശ്വാസ സമൂഹം വല്ലാതെ ജയിക്കും എന്നുള്ളതാണ് വേറൊരു കഥ. അപ്പോൾ മൂക്കിൽ വിരൽ വെക്കുന്നത് അവിടെ ബിന്ദു അമ്മിണിയെയും കനകദുർഗയെയും പിന്നെ വേറൊരു സ്ത്രീയെയും കയറ്റിയല്ലോ, റഹ്ന ഫാത്തിമയൊക്കെ കയറ്റാൻ നടന്ന ആളുകൾക്കും പോലീസിനും
പട്ടാളത്തിനും ആ ടീമിനും ഭരണാധികാരികൾക്ക് പിണറായി വിജയനും ഇവിടെ സ്ത്രീകളെ കയറ്റിയേ പാതിരാത്രി അമ്പലത്തിൻ്റെ നടയിൽ കൂടി 2 സ്ത്രീകളെ ഓടിച്ചിട്ട്, അതും 18-ാം പടി കൂടെ അല്ലാതെ 2 സ്ത്രീകളെ അതുവഴി കയറ്റി ഓടിച്ചിട്ട് 2 സ്ത്രീകൾ ഇവിടെ കയറിയേ എന്നൊക്കെ പറഞ്ഞ് ശബരിമലയിൽ പിന്നും സ്ത്രീകൾ കയറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ബഹളമുണ്ടാക്കിയ പിണറായി വിജയനൊക്കെ എന്ത് ചെയ്യും? മൂക്കത്ത് വിരൽ വയ്ക്കും, അല്ലെങ്കിൽ സ്വാഹ ആകും. വിധി വന്നാൽ അതിലേക്കാണ് സുപ്രീം കോടതി വിധി 100% ട്വിസ്റ്റ് ആവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. വനിതാ പ്രവേശനത്തിൽ തടസ്സം നിൽക്കാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആചാരം മാറ്റണ്ട, അതങ്ങനെ തന്നെ തുടരാം എന്നുള്ളതായിരിക്കും സുപ്രീം കോടതി പറയാനുള്ള എല്ലാ സാധ്യതയും കാണുന്നത്. അതിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത്. നമുക്കിനി കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വിധി വരണം. ഈ മാസം കൊണ്ട് ഈ മാസം കൊണ്ട് മറ്റേ അനുകൂലിക്കുന്നവരുടെ അതായത് ഇപ്പം കയറണ്ട അല്ലെങ്കിൽ കയറ്റണം എന്നുള്ളവരുടേതാണ്. പക്ഷേ ആചാരത്തെ അനുകൂലിക്കുന്നവരുടെ, അല്ലെങ്കിൽ അവിടെ കയറ്റണ്ട എന്നുള്ള കാര്യങ്ങൾ അനുകൂലിക്കുന്നവരുടെ വാദമാണ് ഇനി വരാൻ പോകുന്നത്. എതിർക്കുന്നവരുടെ വാദം വന്നു കഴിഞ്ഞു. അപ്പോൾ 2 കൂട്ടരുടെ വാദവും കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടൊരു തീരുമാനം ഈ മാസമോ അടുത്ത മാസമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വിധി പറയുന്നതൊക്കെ നീട്ടിയൊക്കെ വയ്ക്കാം, പഠിക്കാനും ഒക്കെ നീട്ടിവെക്കാം. എന്തായാലും സുപ്രീം കോടതി വിശ്വാസ സമൂഹത്തോട് അടുക്കുന്നു എന്നുള്ളതാണ്, ആചാര സംരക്ഷണത്തോട് അടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് കാണിക്കുന്നത്. ഇനിയും എന്തും സംഭവിക്കാം. കോടതിയാണ്, ജഡ്ജിമാരാണ്, ജസ്റ്റിസുമാരാണ്, അവർക്ക് ഏത് കാര്യവും തീരുമാനിക്കാം, ഏത് ന്യായവും പറയാം. ഇനിയും വാദങ്ങൾ കിടക്കുന്നേ ഉള്ളൂ. പകുതി വാദമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും പകുതി വാദം വരുന്ന സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതി പോകുന്നത്, പക്ഷേ ഇന്നത്തെ ട്രെൻഡ് വെച്ച്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് വെച്ച് കോടതി പോകുന്നത് ശബരിമലയിൽ ആചാരത്തിൽ തുടണ്ട, ലക്ഷക്കണക്കിന് വിശ്വാസികൾ തുടരുന്ന ആചാരം അങ്ങനെ തന്നെ തുടരട്ടെ, ഞങ്ങളതിൽ ഇടപെടുന്നില്ല എന്നോ, അല്ലെങ്കിൽ ഇത് ആചാര്യന്മാർ തീരുമാനിക്കണ്ടേന്നോ, അല്ലെങ്കിൽ വിശ്വാസം ആചാരവും അങ്ങനെ തന്നെ തുടരട്ടെ എന്നുമുള്ള ഒരു വിധി വരാനാണ് 100% സാധ്യത. എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം.